ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. സോ പതിവ് പോലെ നമ്മുടെ മോഡലും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു ബെഡ്റൂമാണ് ഞാനിന്നിവിടെ റെഡിയാക്കി വെച്ചേക്കുന്നത്. സീൻ ഞങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ വെയിറ്റ് ചെയ്യാതെ നമുക്ക് റെൻഡറിങ് ട്യൂട്ടോറിയലിലേക്ക് കടക്കാം. അൺഹൈഡോട് കൊടുത്തിട്ട് D5ലേക്ക് ഇത് കണക്ട് ചെയ്യാൻ പോവുകയാണ്. സോ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും, മുകളിൽ ഈ ഒരു ഐക്കൺ ഉപയോഗിച്ചിട്ടാണ് ഞാനിപ്പം D5ലേക്ക് കണക്ട് ചെയ്യുന്നത്. മീൻസ് നിങ്ങളൊരു പുതിയ ആളാണെങ്കിൽ മനസ്സിലായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പോപ്പപ്പ് ഇവിടെ വരും. ഇതിൽ നമുക്ക് ന്യൂ പ്രൊജക്റ്റ് കൊടുക്കാം. ഓക്കെ, നമ്മുടെ D5ലേക്ക് ഫയല് സിങ്ക് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം തന്നെ ചെയ്യുന്നത് ഞാനൊരു ലൈറ്റ് കൊടുക്കാൻ പോവുകയാണ്. റാൻഡായിട്ട് ഇങ്ങനെ ഒരു ലൈറ്റ് കൊടുക്കുന്നു. ദെൻ ഇവിടെ വന്ന് ക്യാമറ 90ലേക്ക് മാറ്റുന്നു. 90 വേണ്ട, നമുക്കൊരു 60ലേക്ക് മാറ്റുന്നു. പോരാ, ഒരു 85. ഓക്കെ, ദെൻ കുറച്ച് പുറകോട്ട് വന്നിട്ട് ഓക്കെ. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഗ്രിഡ് ഐക്കൺ ഇവിടെ യൂസ് ചെയ്യാം കേട്ടോ. ഗ്രിഡിൻ്റെ ഹെൽപ്പോടുകൂടി നമുക്ക് പ്രോപ്പറായിട്ട് നമ്മുടെ ക്യാമറ അറേഞ്ച് ചെയ്യാൻ പറ്റും. സോ എനിക്കിത് ഓക്കെയാണ്. ഞാനിവിടെ ക്യാമറ ആഡ് ടു സീന് കൊടുക്കുന്നുണ്ട്. ഫയൽ ഒന്ന് സേവ് ചെയ്തോട്ടെ. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ ഇതിൽ ലൈറ്റിങ് സെറ്റ് ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഞങ്ങൾക്ക് കാണാൻ പറ്റും ഈ റൂമിൽ വേറെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇല്ല. സോ എന്തായാലും മിരടായി കാണുന്നത് കൊണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ലൈറ്റാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് സ്പോട്ട് ലൈറ്റാണ്. ഇവിടെ വിസിബിൾ ഇൻ റിഫ്ലക്ഷൻ ഉണ്ടാവും, അത് ഓഫ് ചെയ്യുക. ദെൻ ഇതിൻ്റെ വാല്യൂ നമുക്കൊരു തൽക്കാലത്തേക്ക് 50 കൊടുക്കാം. ഇതിൻ്റെ കോൺ ആംഗിൾ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഞാനിവിടെ ഇപ്പം 80 ആണ് കൊടുക്കുന്നത്. ദെൻ ഞാൻ ടോപ്പ് വ്യൂയിലേക്ക് വരികയാണ്. അത് കഴിഞ്ഞിട്ട് ഡിസ്പ്ലേയിൽ വന്നു. ഈ ഒരു വയർ ഫ്രെയിമിലേക്ക് ഞാൻ ഇത് മാറുകയാണ്. മീൻസ് എനിക്ക് ലൈറ്റ് ഒന്ന് പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കറക്റ്റ് ലൈറ്റിൻ്റെ സെൻറ്ററിലായിട്ട് എടുത്തു, ഇത് കോപ്പി എടുത്തു, രണ്ട് നമുക്ക് ഗ്രൂപ്പ് ആക്കാം. അത് നമുക്ക് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് കോപ്പി ചെയ്യാം. അതും നമുക്ക് ഒന്ന് അറേഞ്ച് ചെയ്യാം. നമ്മുടെ ക്യാമറ ഞാൻ റെൻഡർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയും ഭാഗമായതുകൊണ്ട് ഇത്രയും ഭാഗം മാത്രമേ ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. നമ്മുടെ ഈ റൂമിൻ്റെ ക്യാമറ വെച്ച സൈഡ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു ഓട്ടോ ലൈറ്റ്, ഓട്ടോ എക്സ്പോഷർ അതൊന്ന് ഓഫാക്കി കൊടുക്കാം. ദെൻ നമുക്ക് സീലിങ്ങിൽ ഈ ലൈറ്റ് സെലക്ട് ചെയ്ത് ഇത് എമിസീവ് ഒരു ലൈറ്റ് എഫക്റ്റ് നമുക്ക് ആഡ് ചെയ്യാം. വാല്യൂ ഒരു 5 കൊടുത്തു. തൽക്കാലത്തേക്ക് അതങ്ങനെ നിന്നോട്ടെ, നമുക്കതിലേക്ക് വരാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ വിൻഡോ കാണാൻ പറ്റും. സോ അതിനൊരു ഗ്ലാസ് എഫക്റ്റാണ് അപ്ലൈ ചെയ്യുന്നത്. ഇതിൽ ബേസിക് എന്ന് പറഞ്ഞൊരു ഗ്ലാസ് വേണം. ബേസിക് ഗ്ലാസ് മെറ്റീരിയൽ ഉണ്ട്. സോ അതാണ് ഞാനിവിടെ അപ്ലൈ ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ കർട്ടൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെന്തൊരു സൺലൈറ്റ് റൂമിലേക്ക് അങ്ങനെ ഡയറക്റ്റായിട്ട് അടിച്ച് കയറത്തില്ല. അപ്പം അത് കൂടെ ഫോക്കസ് ചെയ്തതുകൊണ്ട് കാര്യമൊന്നും തോന്നുന്നില്ല. അപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒരു ഓപ്പൺ കർട്ടനാണ്. ഞാനിത് ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നമുക്ക് കറക്റ്റായിട്ട് ഇവിടേക്കൊന്ന് പ്ലേസ് ചെയ്യാം. എൻവയോൺമെൻറ്റ് പോവാം. ഞാനിപ്പോൾ V ആണ് കേട്ടോ ഈ ഒരു ടൂള് കിട്ടാൻ വേണ്ടിയിട്ട് പ്രസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ സൈസിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഐക്കൺ കാണാൻ പറ്റും. ഇത് പ്രസ് ചെയ്താൽ നമുക്ക് മാനുവലായിട്ട് ഓരോ സൈഡും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ
നമുക്കത് ഫുൾ ഒറ്റ സെലക്ഷനിലാണ് പോവുക. ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഈ 95 ഇങ്ങനെ വാല്യൂ മാറ്റുന്നതനുസരിച്ച് ഇത് മൊത്തമായിട്ടാണ് വാല്യൂ മാറുക, സൈസ് മാറുക. അപ്പോൾ നമുക്ക് ഈ ഒരു സൈസിൻ്റെ ഇവിടെ കാണുന്ന ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ അത് ഡിസേബിൾ ആകും. സോ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട സൈഡ് ഏതാണോ അതിലേക്ക് നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം ഇതിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഹൈറ്റാണ്. സോ നമുക്കിവിടെ 2 എണ്ണമായിട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞ് തിരിച്ച് ക്യാമറ വ്യൂയിലേക്ക് വന്നു. പിന്നെ ഇതിൽ നമുക്ക് വേണ്ടത് ഇവിടെ ഒരു കമ്പ്യൂട്ടർ ചെയർ ആവശ്യമുണ്ട്. അതിന് മുമ്പ് ഡിസ്പ്ലേയിലെ ഗ്രിഡ് നമുക്ക് ഓഫ് ചെയ്യാം. ഇവിടെ എംപ്രസ് ചെയ്ത് മെറ്റീരിയൽ ടാബ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമുക്ക് ചെയർ എന്ന് സെലക്ട് ചെയ്താൽ നമുക്ക് ഇതിൽ തന്നെ ഓൾറെഡി ഉണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ പുതിയ അപ്ഡേറ്റിൽ വന്നാൽ ഇവിടെ മോർ എന്നൊരു സെക്ഷനിൽ വന്നിട്ട് ഇവിടെ നിന്നും നമുക്ക് സെറ്റാക്കാം. ഞാനിപ്പം അധികവും ഇവിടെ നിന്നാണ് യൂസ് ചെയ്യാറുള്ളത്. ഇവിടെ നമുക്ക് ഫർണിച്ചറിൽ തന്നെ ചെയർ എന്നുള്ളൊരു സബ് സെക്ഷൻ കാണും. ഇവിടെ നമുക്ക് ഫിൽറ്ററിൽ നമുക്ക് ഫ്രീ, നിങ്ങളൊരു ഫ്രീ യൂസർ ആണെങ്കിൽ ഫ്രീയിലേക്ക് മാറ്റാം, പ്രോ യൂസർ ആണെങ്കിൽ കുഴപ്പമില്ല, ഏത് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കുറേ സോഫാസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ചെയേഴ്സ്. അപ്പോൾ നമുക്ക് ഒരു ഓഫീസ് ചെയറാണ് വേണ്ടത്. അപ്പം ഓഫീസ് ചെയറിനെ ഒന്ന് സെലക്ട് ചെയ്യാം. അപ്പം ഇതിൽ നമുക്ക് ഇത് തന്നെ സെറ്റ് ചെയ്യാം. ക്യാമറക്ക് അനുസരിച്ച് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, നമുക്ക് ഈ ഒരു സൈഡിൽ ലൈറ്റ് കുറവാണ്. സോ നമുക്ക് ഒന്ന് ഇത് ടോപ്പ് വ്യൂയിലേക്ക് വന്ന് ഇത് ഗ്രിഡിലേക്ക് മാറ്റി നമുക്ക് ടെറൈനൊന്ന് അൺഹൈഡ് കൊടുത്താൽ നമ്മുടെ ബെഡ്റൂം മാത്രം കാണാൻ പറ്റും. സോ നമുക്കിതൊന്ന് ഇങ്ങോട്ടേക്ക് ഡ്രാഗ് ചെയ്തിടാം. സോ അപ്പോൾ റൂമിൽ പ്രോപ്പറായിട്ട് നമുക്ക് ലൈറ്റ് എല്ലാ സൈഡിലേക്ക് എത്തുന്നുണ്ട്. നിങ്ങൾക്ക് ലൈറ്റ് ഓവറാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, പിന്നെ നമുക്ക് ഈ ഒരു ലെഗിനൊരു മെറ്റൽ എഫക്റ്റ് കൊടുക്കാം. സോ മെറ്റീരിയൽ ഒന്ന് മെറ്റൽ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ സ്ട്രിപ്പ് ലൈറ്റ് കൊടുക്കാം കേട്ടോ, ഇങ്ങനെ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ അത് ചെയ്യുന്നില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തല വെക്കുന്ന ഭാഗം ഈ ഒരു സൈഡാണ്. സോ അത് ക്ലയൻറ്റിന് ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളത് കൊണ്ട് ഞാനിപ്പോൾ നിലവിൽ അത് ചെയ്യുന്നില്ല.
മോറോവർ ഇതൊരു കിഡ്സ് റൂമിൻ്റെ തീമിലാണ് നമ്മളിപ്പോൾ ഇത് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പം ഇത്രയാണ് നിലവിൽ നമ്മുടെ റൂമിൻ്റെ ലൈറ്റിങ്ങും പ്രോപ്പറും കാര്യങ്ങളൊക്കെ വരുന്നത്. സിമ്പിളായിട്ട് ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളൂ, കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ സിസ്റ്റം ഒരു സംതിങ് പോലെ ഫീൽ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് പോയിട്ട് മോറിൽ വന്ന് നമുക്ക് ജസ്റ്റ് കമ്പ്യൂട്ടർ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഈ ഒരു സിസ്റ്റം മാത്രമാണ് ഇവിടെ ഉള്ളത്. നമുക്ക് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസം ഫീൽ ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇതിൽ മെറ്റീരിയൽ മിസ്സിംഗ് ആണ്. നമുക്ക് ഈ ഒരു 3D മോഡലുള്ള സിസ്റ്റം നമുക്കൊന്ന് ഡിലീറ്റ് ചെയ്യാം. ബാക്ക് ടു D5. ഓക്കെ, നമുക്കിവിടെ മൗസ് മിസ്സിങ് ആണ്. സോ ബാക്ക് ടു 3ds Max. ഇവിടെ മൈക്ക് വന്നിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പം
ഇതാണ് നമ്മുടെ റോ പിക്ചർ. ഡയറക്റ്റ് D5 എന്ന് റെൻഡർ ചെയ്തെടുത്ത പിക്ചർ ഇതാണ്. 2K ക്വാളിറ്റിയിലാണ് ഞാനിപ്പോൾ ഇത് റെൻഡർ ചെയ്തിട്ടുള്ളത്. സോ നമുക്കിത് ഫോട്ടോഷോപ്പിൽ ഓപ്പൺ ചെയ്യാം. സോ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഇവിടെ ഫിൽട്ടർ സെക്ഷനിലേക്ക് വരികയാണ്. ഇവിടെ ക്യാമറ റോ ഫിൽട്ടർ ഉണ്ടാവും. ഷിഫ്റ്റ് കൺട്രോൾ ആയി പ്രസ് ചെയ്താൽ അത് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നമുക്ക് എക്സ്പോഷർ വാല്യൂ ഒരു പൊട്ടിക്ക് അഡ്ജസ്റ്റ് ചെയ്ത്, ടെമ്പറേച്ചർ ടോൺ ഒരു പൊട്ടിക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത്, ടിഹേസ് വാല്യൂ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത്, നമുക്ക് ക്ലാരിറ്റി ഒന്ന്, ഇതൊക്കെ പേഴ്സണൽ ചോയ്സ് ആട്ടോ. നിങ്ങൾക്ക് ബെറ്ററായിട്ട് തോന്നുന്ന രീതിയിലേക്ക് നമുക്കിത് മാറ്റിയെടുക്കാം. അപ്പോൾ ഞാനിതിവിടെ റെൻഡർ ചെയ്ത് വെച്ച രണ്ടാമത്തെ വ്യൂ ആയിരുന്നു. അപ്പം ഫോട്ടോഷോപ്പിൽ നമുക്ക് ഒന്നുകിൽ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ച ഫിൽറ്റർ ഡയറക്റ്റായിട്ട് ഇവിടെ അപ്ലൈ ചെയ്യാം. എന്ന് വെച്ചാൽ നമ്മൾ ഒരു ടാബിൽ തന്നെ ഓപ്പൺ ചെയ്താലേ പറ്റത്തുള്ളൂ കേട്ടോ. ഈ ഒരു ഫോട്ടോഷോപ്പ് ക്ലോസ് ചെയ്ത് വീണ്ടും ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ വരുമ്പോൾ നമുക്ക് ഈ ഒരു ക്യാമറ റോ ഫിൽറ്റർ ഇവിടെ ഡിസേബിൾ ആയിട്ടുണ്ടാവും. മീൻസ് ഇവിടെ കണ്ടു ന്യൂട്രൽ ഫിൽറ്റർ എന്ന് പറയുന്നത് അതൊരു ലൈറ്റ് കുറച്ച് കട്ടി കുറഞ്ഞ രീതിയിലുള്ളത്. അതുപോലെയാണ് ഇവിടെ ക്യാമറ റോ ഫിൽറ്റർ ഉണ്ടാവുക. പുതിയ ഫയൽ ഓപ്പൺ ചെയ്ത് ഇപ്പം നമ്മൾ റീസെൻ്റായിട്ട് ചെയ്തത് ഇവിടെ തന്നെ ഉള്ളതുകൊണ്ട് നമ്മുടെ എളുപ്പത്തിന് അവിടെ കൊണ്ടുവച്ചെന്നേ ഉള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ പോയിട്ട് മാനുവലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ നേരത്തെ ചെയ്ത് വെച്ച സെയിം സാധനം അപ്ലൈ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മൾ റെൻഡർ ചെയ്ത് കഴിഞ്ഞു. ഫോട്ടോഷോപ്പിൽ കയറ്റി ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റാക്കി. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് നമ്മുടെ ഫ്ലോറിങ്ങിൽ എന്തോ ഒരു അപാകത. അപ്പം ഇത് നമുക്ക് ഒന്നുകിൽ തിരിച്ച് D5 കയറിയിട്ട് ഫ്ലോർ മാറ്റാം. താരതമ്യേന എളുപ്പതാണ്, ഒരു ഇത് കിട്ടും. പക്ഷെ നമുക്കിതൊന്ന് AI വെച്ചിട്ട് ചേഞ്ച് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. ലൈക്ക് എനിക്ക് അബദ്ധത്തിൽ സംഭവിച്ചതാണ്, പക്ഷെ ഞാനത് ഒരു AIയുടെ ഹെൽപ്പോടുകൂടി എങ്ങനെ മാറ്റുന്നൊന്നു കാണിച്ചു തരാം. സോ ഞാനിവിടെ ChatGPT ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ നേരെ ഡെസ്ക്ടോപ്പിൽ വന്നു. ആ ഒരു ഫോട്ടോ അപ്ലോഡ് ആയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒന്നുകിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ചേഞ്ച് ഫ്ലോർ ടു വുഡൻ ഫ്ലോറിന് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഓൾ സീന് നമുക്ക് AIയുടെ ഹെൽപ്പോടുകൂടി കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് റെൻഡർ ചെയ്യാം. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു സെറ്റപ്പാണ് നോക്കുന്നത്. സിമ്പിൾ പ്രോംപ്റ്റ് യൂസ് ചെയ്യുന്നില്ല കേട്ടോ. ചേഞ്ച് ഫ്ലോർ ടു റിയലിസ്റ്റിക് വുഡൻ ഫ്ലോർ, മേക്ക് റിയലിസ്റ്റിക്, അത്രേ കൊടുത്തിട്ടുള്ളൂ. ദെൻ പ്രോംപ്റ്റ് സെൻഡ് ചെയ്തു. ഫ്യൂ മിനിറ്റുള്ളിൽ തന്നെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടേണ്ടതാണ്. സോ നമുക്ക് ഇത്തരം ചെറിയ എഡിറ്റും കാര്യങ്ങളും അല്ലെങ്കിൽ മാനുവലായിട്ട് സംഭവിക്കുന്ന എററും കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് AI യൂസ് ചെയ്യാവുന്നതാണ്. ഇത് നമുക്ക് ChatGPTയിലാണെങ്കിൽ വിത്തൗട്ട് ലോഗോ ബെറ്റർ ക്വാളിറ്റി പേഴ്സണലി തോന്നിയ കാര്യമാണ്. എനിക്ക് ജെമിനിനെക്കാട്ടിയും ബെറ്റർ ക്വാളിറ്റിയിൽ നമുക്ക് ChatGPT കിട്ടും. അതേസമയം നമുക്ക് ഗൂഗിൾ AI സ്റ്റുഡിയോ പോയാൽ 2K ക്വാളിറ്റിയിലൊക്കെ സാധനം ഫ്രീ ആയിട്ട് വാട്ടർ മാർക്ക് ഇല്ലാതെ കിട്ടും കേട്ടോ. പക്ഷെ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ChatGPT ആണെന്നേ ഉള്ളൂ. സോ നമുക്ക് റിസൾട്ടിനായി വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഫ്ലോറ് വുഡൻ ആയിട്ടുണ്ട്, പക്ഷെ നമ്മുടെ കാർപ്പറ്റ് മിസ്സായിട്ടുണ്ട്. സോ അത് നമുക്ക്
കീപ്പ് കാർപ്പറ്റ് എന്ന് പറഞ്ഞൊരു വേറൊരു പ്രോംപ്റ്റ് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. സി നമ്മുടെ സെയിം കാർപ്പറ്റ് അവിടെ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സോ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ കാണാം.